മാരേജ് ഭാഗം 2. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. നീ എന്താ മോളെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത്? കിഷോറിനെയും വിളിച്ചോണ്ട് ഒരു ദിവസം വാ. അരവിന്ദൻ്റെ ക്ഷണം കേട്ട് അത് നിരസിക്കാനാവാതെ ദേവു നിന്നു. അത് വേണ്ട ഏട്ടാ, ശരിയാവില്ല. ഏട്ടത്തിക്കത് ഇഷ്ടമാവില്ല. ഞാൻ കാരണം വെറുതെ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമാവേണ്ട. അവിടെ നിന്ന് വന്ന് ഏട്ടനെ കാണണമെന്നും 2 ദിവസം കൂടെ നിൽക്കണമെന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിനും കൂടി ചേർത്ത് ഏട്ടത്തിയുടെ വായിലിരിക്കുന്നത് ഏട്ടനും കൂടി കേൾക്കണമല്ലോ. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ വേണ്ടെന്ന് വെക്കുന്നതാണ് എല്ലാം. അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ അരവിന്ദന് പിന്നീട് ഒന്നും മിണ്ടാൻ തോന്നിയില്ല. താനും കൂടി മുൻകൈയെടുത്ത് നടത്തിക്കൊടുത്ത വിവാഹമാണ്. എന്നിട്ട് പോലും ആ പാവത്തിന് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നല്ലോ. അമ്മ മരിച്ചപ്പോൾ കുറവുകളൊന്നും കൂടാതെ വളർത്തിക്കൊണ്ടുവന്ന അനിയത്തിയാണ്. പക്ഷെ അനിത എന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്നോ, അതോടുകൂടി ദേവുവിനെ അവൾക്ക് കണ്ണിൽ പിടിക്കാതെയായി. ആദ്യമൊക്കെ ചെറിയ ഇഷ്ടക്കേടുകൾ പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നീട് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റമായി. സഹോദരനിലെ അധികാരം ഭാര്യയ്ക്കാണ്, അല്ലാതെ പെങ്ങൾക്കല്ലെന്ന് സ്ഥാപിക്കാൻ അവൾ സദാ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും ദേവുവിനെ ആ നരകത്തിൽ നിന്ന് രക്ഷിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് അവൾക്ക് വിവാഹാലോചനകൾ നോക്കിയത്. കിഷോറിൻ്റെ ആലോചന വന്നപ്പോൾ സന്തോഷം തോന്നി. കിഷോറും അമ്മയും മാത്രമേയുള്ളൂ. സാമ്പത്തികമായി തങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്ന കുടുംബം. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം സുരക്ഷിതമാണെന്നാണ് അവൻ്റെ വിചാരം. ജനിച്ച വീട്ടിൽ അവൾക്ക് സമാധാനം ഇല്ലെങ്കിലും ചെന്ന് കയറിയ വീട്ടിൽ അവൾക്കത് ഉണ്ടല്ലോ എന്ന് അരവിന്ദൻ സമാധാനിച്ചു. കിങ്ങിണിമോളുടെ വിശേഷങ്ങളൊക്കെ തിരക്കിക്കൊണ്ട് അവൾ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ലളിതയെ കണ്ടു. എൻ്റെ മോനില്ലാത്ത സമയത്ത് ആരോടാടി വിളിച്ച് കൊഞ്ചി കുഴയുന്നത്? ചോദ്യത്തോടൊപ്പം വന്ന് അവളുടെ കയ്യിലിരുന്ന മൊബൈൽ പിടിച്ചു വാങ്ങി. അത് അരവിന്ദേട്ടൻ വിളിച്ചതാണമ്മേ. ഓ, അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. പെങ്ങളെ കെട്ടിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ബാധ്യതകളെല്ലാം തീർന്നെന്ന് കരുതി ഇരിക്കുകയായിരിക്കും. എന്നാൽ ഇങ്ങോട്ട് വന്ന് നീ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും നിൻ്റെ ആങ്ങളയ്ക്കും അവൻ്റെ ഭാര്യയ്ക്കും കൂടി തിരക്കിക്കൂടെ? അതെങ്ങനെ? അവരുടെ തലയിൽ നിന്നും ശല്യം ഒഴിപ്പിച്ച് വിട്ടതല്ലേ എൻ്റെ ചെറുക്കൻ്റെ തലയിലേക്ക്. ഫോണിനെ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മൊബൈലും പിടിച്ചുകൊണ്ട് തേങ്ങലോടുകൂടി ഗായത്രി സ്ലാബിൽ ചാരി നിന്നു. ഓഫീസ് ടൈം കഴിഞ്ഞിറങ്ങിയ കിഷോർ നേരെ സുഹൃത്തായ ഗിരീഷിൻ്റെ ഒപ്പം ബാറിലേക്ക് പോയി. നിനക്ക് പതിവില്ലാത്തതാണല്ലോടാ ഈ സ്വഭാവം. പിന്നെന്തു പറ്റി? ഗിരീഷനെ നോക്കിക്കൊണ്ട് കിഷോർ ചോദിച്ചു. വല്ലാത്ത ടെൻഷനാണ്. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അമ്മയും അവളും കൂടി ഒരു ചെവിയായി തീർന്നു തുടങ്ങും. രണ്ടിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ എവിടെയെങ്കിലും നാട് വിട്ട് പോവാൻ തോന്നും. അത്രയ്ക്ക് സ്വൈര്യക്കേടാണ്. അതുകൊണ്ട് 2 കഴിച്ചിട്ട് പോവാമെന്ന് കരുതി. ഒന്നും കേൾക്കാതെ എവിടെയെങ്കിലും ബോധം പറഞ്ഞ് കിടന്നാൽ മതി. ഗിരീശൻ്റെ പറച്ച് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിഷോറിനെ ഗായത്രിയുടെ മുഖമാണ് ഓർമ്മ വന്നത്. കണ്ണ് തെറ്റിയാൽ അമ്മ അവളുടെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് പിന്നാലെ നടക്കും. പറ്റും പോലെയൊക്കെ കുത്തി നോക്കുകയും ചെയ്യും. പക്ഷേ എന്നാലും തന്നോട് ഇതുവരെ ഒരു പരാതിയും പറഞ്ഞില്ല. ഒരമ്പലത്തിൽ പോലും തന്നോട് കൂടെ വരാൻ അവളെ അമ്മ അനുവദിക്കില്ല. എന്നാലും എവിടെയെങ്കിലും മാറി നിന്ന് കരയുന്നതല്ലാതെ അമ്മയ്ക്കെതിരെ ഒരു വാക്കുപോലും ഇന്ന് വരെ അവൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ താൻ ഭാഗ്യവാനാണ്. നീ എന്താണ് ആലോചിക്കുന്നത്? എടുത്ത് കഴിക്കടാ, ഗിരീഷൻ കിഷോറിനോട് പറഞ്ഞപ്പോൾ അവൻ വേഗം തന്നെ ഗ്ലാസ് എടുത്ത് വായിലേക്ക് കമഴ്ത്തി. എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നീ ഭാഗ്യവാനാണ്. നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഭാര്യയെ കിട്ടി. കാണാനും ഭംഗിയുണ്ട്. നാവ് കുഴഞ്ഞുകൊണ്ടുള്ള ഗിരീഷൻ്റെ സംസാരം കിഷോറിനും ഇഷ്ടമായി. ഓഫീസിലുള്ള പലവരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കേട്ടിട്ടുണ്ട് ഗായത്രിയെക്കുറിച്ച്. കാണാനും സ്വഭാവവും ഒക്കെ നല്ലതായിട്ടുള്ള പെൺകുട്ടി. അത് കേൾക്കുമ്പോൾ അവന് അഭിമാനമാണ്. ചപ്പാത്തി ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ച് അവൾ മേല് കഴുകാനായി റൂമിലേക്ക് പോയി. കിഷോറിൻ്റെ ബൈക്ക് മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ലളിത എഴുന്നേറ്റ് ഇടുപ്പി കൈയും വെച്ച് വരാന്തയോളം ചെന്ന് നോക്കി. അവൻ അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഹാളിലും അടുക്കളയിലും അവൻ്റെ കണ്ണുകൾ നീണ്ടു. മകൻ്റെ നോട്ടം കണ്ടപ്പോൾ അത് പിടിക്കാത്തതുപോലെ ലളിത പുച്ഛിച്ചു. നീ ഇങ്ങനെ നോക്കണ്ട. ഇത്രയും നേരം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നീ വരാൻ സമയമായപ്പോൾ കെട്ടിലമ്മ മുകളിലേക്ക് കയറിപ്പോയി. അമ്മ പറയുമ്പോൾ തന്നെ കിഷോറിന് കാര്യം മനസ്സിലായി. അവൻ ഡൈനിങ് ടേബിളിലിരുന്ന പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിൽ ആവി പറക്കുന്ന ചപ്പാത്തിയും കറിയുമായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയതായിരിക്കും എന്നോർത്തുകൊണ്ട് അവൻ അമ്മയൊന്ന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറയാതെ മുകളിലേക്ക് കയറി. റൂമിൻ്റെ വാതിലിലൊന്ന് തള്ളുമ്പോൾ തന്നെ അത് തുറന്നു. ലോക്ക് ഇട്ടിട്ടില്ലായിരുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ കണ്ടപ്പോൾ അവൻ അവളെ ഒരു കൈയിൽ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു.
അപ്പോഴും അവൾക്ക് സംശയമായിരുന്നു അവന് തന്നോട് സ്നേഹമാണോ എന്ന്. അവളുടെ മുഖത്ത് തിങ്ങി നിന്ന വെള്ളത്തുള്ളികളെ അവൻ ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചുവിട്ടു. തൻ്റെ മുന്നിൽ പരാതിയോ പരിഭവമോ ഇല്ലാതെ നോക്കി നിൽക്കുന്നവളോട് കിഷോറിന് ഒരു വേള വല്ലാത്ത വാത്സല്യം തോന്നി. അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അപ്പോഴൊക്കെയും ഗായത്രിയുടെയും മനസ്സിൽ ഒരു കൂട്ട സംശയമായിരുന്നു. കിഷോറിന് തന്നെ സ്നേഹമാണോ? ഈ കാണിക്കുന്നതാണോ സ്നേഹം? അവന് വിധേയയായി അവൾ നിന്നുകൊടുത്തു. കിഷോർ വല്ലാത്തൊരു കൊതിയോടെ അവളെ വലിച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. അവളുടെ നനഞ്ഞ ചുണ്ടിൻ്റെ നേർക്ക് അവൻ്റെ മുഖം ആഞ്ഞു വന്നു. അവളുടെ കൊത്തിവെച്ചതുപോലെയുള്ള ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടിൽ അവൻ തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു. ഗായത്രി പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടുത്തമിട്ടു. അവൻ അവളുടെ കീഴ്ചുണ്ട് പതിയെ നുണഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ അവൻ്റെ വലത് കൈ അവളുടെ ചുരിദാറിൻ്റെ സ്ലിറ്റിനിടയിലൂടെ വയറിൽ പതിഞ്ഞു. അവളുടെ പിടച്ചിൽ അവൻ്റെ വിരൽത്തുമ്പിൽ അറിഞ്ഞു. അവൻ്റെ ചുംബനം തീവ്രമായി തുടങ്ങി. അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി രുചിച്ചു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. വിരലുകൾ അവൻ്റെ തലമുടിയിൽ ഇഴഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ ആവേശത്തിൽ അവളുടെ മാറിടത്തിൽ അമർത്തി. അവൾ ഏങ്ങിക്കൊണ്ട് അവൻ്റെ വയറിൽ ചുരുട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ഗായത്രി അവനിൽ നിന്നും അകന്നു മാറി. കിഷോർ ദേഷ്യത്തിൽ അവളെ നോക്കി. അമ്മ ഇപ്പോൾ കഴിക്കാനിരുന്നിട്ടുണ്ടാവും. അതിന് കിച്ചുവേട്ടനെ കാണാൻ ഞാൻ ചിലപ്പോൾ തിരക്കി വരും. ആ വന്നോട്ടെ, എന്നിട്ട് അതുപോലെ പൊക്കൊള്ളും. അവൻ അവളെയും പിടിച്ച് ബെഡിലേക്ക് മറിഞ്ഞു. അവളിൽ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. കഴിക്കാനിരുന്നിട്ടും കിഷോറിനെ കാണാത്തത് കൊണ്ട് തന്നെ ലളിതയ്ക്ക് ദേഷ്യം തോന്നി. വന്നു കയറി ഇത്രയും സമയമായിട്ടും ഇവന് കുളിയും ജപവും ഒന്നും കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളവർക്ക് വിശന്ന് കണ്ണ് കാണാൻ വയ്യ. ആരോടെന്നല്ലാതെ പിറുപിറുത്തവർ. കിഷോർ തളർച്ചയോടെ ഗായത്രിയുടെ മാറിൽ വീണു. അവളും കിതപ്പടക്കാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. ഗായത്രി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി ഫ്രഷായി വേഷം മാറി വന്നു. അവൾ ഇറങ്ങിയതിന് പിന്നാലെ കിഷോറും ബാത്റൂമിനുള്ളിലേക്ക് കയറി. മുറിയിൽ നിൽക്കുന്നവളുടെ മുഖത്തെ പരിങ്ങലും പരിഭ്രമവും ഒക്കെ അവൻ ശ്രദ്ധിച്ചു. ഞാനും കൂടി വന്നതിന് ശേഷം ഒരുമിച്ച് താഴേക്ക് പോകാം. ബാത്റൂമിൻ്റെ ഡോർ അടയുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു. വലിയൊരു മനസമാധാനമാണ് ഗായത്രിക്ക് തോന്നിയത്. തനിയെ എങ്ങാനും താഴേക്ക് പോകുമെന്നോർത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ഇഷ്ടമുണ്ട്. അവൾക്ക് ചെറുതായി ചിരി വന്നു. ചില നേരത്തെ സ്വഭാവം കണ്ടാൽ സ്നേഹം തോന്നും. ചില നേരത്തെ സ്വഭാവം കണ്ടാൽ ഈ വീട്ടിൽ ഇങ്ങനെ ഒരാളെ അറിയ പോലും എന്നുള്ള ഭാവമാണ്. ഇതിനിടയിൽ അവൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവന് തന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച്. പരാതിയും പരിഭവവും പറഞ്ഞു പോകാൻ വേറെ ആരുമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ കിഷോറേട്ടൻ്റെ അമ്മ തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാത്തിനും അവൾ തന്നെ സമാധാനം കണ്ടുപിടിച്ചു. അച്ഛനും അമ്മയും മരിച്ചുപോയി എങ്കിലും ഏട്ടനും ഞാനും സന്തോഷത്തിൽ തന്നെയായിരുന്നു. അച്ഛൻ്റെ കുറവറിയിക്കാതെ സ്നേഹത്തിൽ തന്നെയാണ് ഏട്ടൻ നോക്കിയത്. അമ്മയുടെ ബന്ധുക്കളിൽ ചിലർ അടുത്ത് താമസമുണ്ടെന്നല്ലാതെ അച്ഛൻ്റെ ബന്ധുക്കൾ ആരും തന്നെ പണ്ടേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എങ്കിലും ഏട്ടൻ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയി. ഏട്ടൻ്റെ വിവാഹപ്രായമായപ്പോൾ അമ്മാവന്മാരിൽ ചിലർ തന്നെയാണ് ചില ആലോചനകൾ കൊണ്ടുവന്നത്. അങ്ങനെ വന്നതായിരുന്നു അനിതേട്ടത്തിയുടെ ആലോചന. അമ്മ മാത്രമേ ഉള്ളൂ. ആലോചന വന്നപ്പോൾ തന്നെ തങ്ങളോട് ചേർന്ന് പോകുന്ന ഒന്നാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളെ ഏട്ടത്തിക്ക് വലിയ സ്നേഹമായിരുന്നു തന്നോട്. പക്ഷേ പതിയെ പതിയെ ഏട്ടത്തിയുടെ തനി സ്വരൂപം പുറത്തു വരാൻ തുടങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം. സ്വന്തം വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏട്ടത്തിയോട് അനുവാദം ചോദിക്കേണ്ട അവസ്ഥയായി. പക്ഷേ എങ്കിലും ഏട്ടനെ കരുതി ആദ്യം ഒന്നും പുറത്ത് കാണിച്ചില്ല. ഏട്ടൻ്റെ മുന്നിൽ വെച്ച് വാരിക്കോരി സ്നേഹം ഒലിപ്പിക്കും. അത് കഴിയുമ്പോൾ കുത്തുവാക്കും. ഒടുവിൽ ഏട്ടന് തന്നെ കാര്യങ്ങൾ എന്തൊക്കെയോ ബോധ്യമായി തുടങ്ങിയപ്പോൾ തന്നോട് ചോദിച്ചു. ഒരിക്കൽ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്നും അമ്മയും അമ്മാവന്മാരും അച്ഛനും വരുമെന്നറിയിച്ചപ്പോൾ ഏട്ടത്തി പറഞ്ഞ ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ ഏട്ടൻ വാങ്ങി വന്നു. ഏട്ടത്തി കൂടി സഹായിക്കുമെന്ന് കരുതിയെങ്കിലും അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ വേലക്കാരിയോടെന്ന പോലെ ഓരോന്ന് ഓർഡർ ഇടുകയായിരുന്നു ഏട്ടത്തി. ഏട്ടത്തി കൂടി എന്തെങ്കിലും സഹായം ചെയ്ത് തന്നാൽ പെട്ടെന്ന് ജോലികളാവില്ലേ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്തോ ഒന്ന് കവിളിൽ വന്ന് പതിച്ചു. മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. കണ്ണിൽ ഇരുട്ട് മൂടുന്നതും ബോധം പറഞ്ഞ് പിന്നിലേക്ക് വീണുപോയി. അപ്പോഴേക്കും ഏട്ടനും ഓടിയെത്തിയിരുന്നു. ബോധം വീഴുമ്പോഴാണ് സമയത്തിന് ആഹാരം ഒന്നും കഴിക്കില്ലെന്നും പറഞ്ഞ് താൻ തലകറങ്ങി വീണതാണെന്ന് ഏട്ടത്തി വരുത്തി തീർത്തു. വീഴ്ചയിൽ മുഖമടിച്ചതിൻ്റെ പാടുകളാണ് കവിളിലെന്ന്. എന്നാൽ ഏട്ടനപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി.
എല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരച്ചിലോടുകൂടി ഏട്ടൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ ഏട്ടനും കരയുകയായിരുന്നു. പിന്നെയാണ് ഏട്ടൻ വിവാഹാലോചനകൾ കുറച്ച് കൂടുതലായി നോക്കി തുടങ്ങിയത്. തൻ്റെ അനിയത്തിയുടെ സങ്കടം ഇനിയും കാണാൻ വയ്യാത്ത പോലെ. ഏട്ടത്തിലെ കുത്തുവാക്കുകൾക്കിടയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് മാത്രമേ ആലോചിച്ചിരുന്നുള്ളൂ. അല്ലാതെ വിവാഹത്തെക്കുറിച്ച് ഓർത്തിട്ട് പോലുമില്ല. പെണ്ണ് കാണാൻ വന്നപ്പോൾ കിഷോറേട്ടനെ തുറന്ന സംസാരം കേട്ടപ്പോൾ നല്ലൊരു സുഹൃത്തായിരിക്കുമെന്ന് കരുതി. പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും തന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന അമ്മയോട് മറുത്തൊന്നും പറയാൻ കഴിയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ തനിക്കിതിൽ നിന്നും ഒരു മോചനമില്ലേ എന്ന് മനസ്സിലായി.